ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ടിൽ ഗ്ലാസ് പെയിൻ്റ് ആണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പിലായിട്ടുള്ളൊരു സിലിണ്ടറിക്കൽ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ജസ്റ്റ് റൗണ്ട് സർക്കിളാണ് ഞാനിവിടെ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സർക്കിൾ തന്നെ ചെയ്തെടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പും ആണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ബോട്ടിലിൽ സിൽവർ കളർ 3D ഔട്ട്ലൈനർ വെച്ചിട്ടാണ് സർക്കിൾ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് സിൽവർ കളർ വെച്ചിട്ട് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അത്രയും 3D ഔട്ട്ലൈനർ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ മാത്രം സിൽവർ കളർ കൊടുക്കുകയും ബാക്ക് പോർഷനിൽ നമ്മൾ ബ്ലാക്ക് 3D ഔട്ട്ലൈനർ നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് വാങ്ങുന്ന സമയത്ത് തന്നെ കിട്ടുന്ന ആ ഒരു ഔട്ട്ലൈനർ വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊരു ഷേപ്പാണ് വരച്ചെടുക്കുന്നത് അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷേ നമ്മൾ വരച്ചെടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ അളവിൽ വരച്ച് കൊടുക്കാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചെറുതും വലുതുമായിട്ടുള്ള രീതിയിൽ തന്നെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ആ ഒരു ടൈം അങ്ങനെ ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റിടുന്ന സമയത്ത് നല്ലൊരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഗ്ലാസ് പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഫ്രണ്ട് പോർഷന് കവർ ചെയ്തെടുക്കുക. അത് കവർ ചെയ്ത് കംപ്ലീറ്റ് കളർ ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ബാക്ക് പോർഷന് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ രണ്ട് വശത്തും സെയിം ടൈമിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അതാകെ പരന്ന് കുളമായി പോവും. അതായത് നമ്മൾ പുറത്തേക്കാവുക അല്ലെങ്കിൽ നിലത്തൊട്ടി പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട് പോർഷൻ കവർ ചെയ്തെടുക്കുക. അതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അതിൻ്റെ ബാക്ക് പോർഷൻ കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ് പെയിൻറ്റിൻ്റെ സെറ്റ് വാങ്ങുന്ന സമയത്ത് 12 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്നും വൈറ്റ് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കളേഴ്സും ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് പെയിൻറ്റിലുള്ള കളേഴ്സ് അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് കളേഴ്സ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കളർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ഏതാണോ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളതും നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കളേഴ്സും യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ കളർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ് പെയിൻറ്റ് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാതെ നമ്മൾ ജസ്റ്റ് ആദ്യം ഒരു തുള്ളി ആ ഒരു ബോട്ടിലാക്കിയതിന് ശേഷം അതിനെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ബോട്ടിലായതുകൊണ്ട് തന്നെ അത് ഒലിച്ചിറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കുറച്ചധികമായിട്ട് പ്രസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ബോട്ടിൽ കാണാനായിട്ട് ബോറായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ കളേഴ്സ് ചെയ്തെടുക്കുന്ന സമയത്ത് വിട്ടായിട്ടുള്ള ഏരിയയിൽ മാത്രം ചെയ്തെടുക്കുക. അടുത്തടുത്ത് സെയിം കളർ വരുന്ന സമയത്ത് അത്ര ഭംഗിയായിട്ടുണ്ടാവില്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ബബിൾസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ പിന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി പൊട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ ആ കളറ് ഉണങ്ങിക്കഴിഞ്ഞ സമയത്ത് ബോറായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് കറക്റ്റായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ കറക്റ്റായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ബാക്ക് പോർഷൻ നമ്മൾ കളർ ചെയ്തെടുക്കാനായിട്ട് പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഫുള്ള് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള വർക്ക് അത്രയും കൊള്ളായിപ്പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് പോർഷനിൽ ബ്ലാക്ക് ഔട്ട്ലൈനർ വെച്ചിട്ടാണ് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊരു രീതിയിലാണോ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്തെടുത്തിട്ടുള്ളത് സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ബാക്ക് പോർഷനും കവർ ചെയ്തെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഔട്ട്ലൈനറിൻ്റെ കളർ മാത്രമേ മാറ്റി കൊടുത്തിട്ടുള്ളൂ. ബാക്കി വേറൊരു സംഭവങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ ഔട്ട്ലൈനർ വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവുക. ഞാൻ സിൽവർ കളർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നുള്ള രീതിയിലാണ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഔട്ട്ലൈനർ അതുണ്ടായിരുന്നില്ല എന്ന്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈനർ വെച്ചിട്ട് വരച്ചു കൊടുക്കുകയും അതിൽ കളർ ചെയ്ത് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ അതിലേക്ക് ഒരു ലൈറ്റ് കൂടി ഇൻപുട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
വീണ്ടും തുറന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.